നമസ്കാരം. ജ്യോതി ഡയറി ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് തസ്കരൻ എന്ന ആത്മകഥ എഴുതിയ മണിയൻ പിള്ള എന്ന കള്ളന്റെ ഒരു മോഷണ കഥയാണ്. സമയം അർദ്ധരാത്രി 1 മണി. താൻ മോഷ്ടിക്കാൻ വേണ്ടി മാർക്ക് ചെയ്ത വീടിന്റെ ഫ്രണ്ട് ഗേറ്റിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് മണിയൻ പിള്ള എന്ന കള്ളൻ ആ വീടിനെ വീക്ഷിക്കുകയാണ്. അതിഗംഭീരമായ 2 നിലയുള്ള വീട്. എല്ലാ റൂമിലും AC ഉണ്ട്. അതിൽ മുകളിലത്തെ AC മാത്രം വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹം മനസ്സിലാക്കി അവിടെയാണ് ഗൃഹനാഥൻ ഉറങ്ങുന്നത്, മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ആളുകളില്ല എന്നത്. പുറത്ത് തന്നെക്കാളും വലിയ 2 അൽസേഷ്യൻ ഡോഗ് ഈ വീടിന്റെ സെക്യൂരിറ്റി നോക്കുന്നുണ്ട്. അത് ഈ വീടിന് ചുറ്റും ട്രെയിൻ ചെയ്ത പോലെ കറങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ താഴെ കൂടി വീടിന്റെ അകത്തേക്ക് കയറാൻ പറ്റില്ല എന്ന് അദ്ദേഹം തീരുമാനിച്ചു. പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സിലൊരു വാശി ഉണ്ടായി. കക്കുന്നുണ്ടെങ്കിൽ ഈ വീട് തന്നെ കക്കണം എന്ന വാശി. അങ്ങനെ പ്ലാൻ B പ്രകാരം തൊട്ടടുത്തുള്ള വീട് നിരീക്ഷിച്ചപ്പോൾ അവിടെ ഡോഗില്ല. കുരുമുളക് പറിക്കാനുള്ള ഒരു ഏണിയും ഉണ്ട്. ഉടനെ അതിന്റെ മതിൽ ചാടി ആ ഏണി വഴി ആ വീടിന്റെ ടെറസിൽ കയറി ആ ടെറസിൽ നിന്ന് ഏണി ഇങ്ങോട്ട് കണക്ട് ചെയ്ത് ഈ വീടിന്റെ ടെറസിലേക്ക് വന്നു. പിന്നീട് ജനൽ കമ്പി വളച്ച് നേരെ 2nd ഫ്ലോറിലെ റൂമിലേക്ക് ചാടി നോക്കുമ്പോഴതാ അവിടെ 2 ഡോഗ് വേറെ. ഒരു ചെറിയ ഡോഗും ഒരു വലിയ ഡോഗും. ആ വലിയ ഡോഗ് ഇത്തിരി പ്രശ്നക്കാരനാണ്. ഒരു പ്രശ്നമാക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് വരുമ്പോഴേക്കും ചെറിയ ഡോഗ് ഇതിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. എടാ, ഇത് നമ്മുടെ ഗസ്റ്റാണ്, അല്ലാണ്ട് ആരാ ഈ രാത്രി ഇവിടെ വരുന്നത് എന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപാട് 2 ഡോഗും ഫ്രണ്ട്ലി ആവുകയും അങ്ങനെ ഗസ്റ്റിനോട് എന്ന പോലെ ഇദ്ദേഹത്തെ, ഈ കള്ളനെ കൊണ്ടുപോയി ആ ഡോഗ് ഗൃഹനാഥൻ ഉറങ്ങുന്ന റൂം ഒഴികെ മറ്റ് 3 റൂമുകൾ വാലാട്ടി കൊണ്ടുപോയി കാണിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം ഇദ്ദേഹം അലമാര തുറന്നു. 2 റോളക്സ് വാച്ച്, ഒരു ക്യാമറ, 1500 രൂപ, പിന്നെ കുറെ പുതിയ തുണിത്തരങ്ങൾ ഒക്കെ എടുത്ത് ഒരു ബാഗിലാക്കി രക്ഷപ്പെടാൻ വേണ്ടി 1st ഫ്ലോർ കിച്ചൺ ഡോർ വഴി ഇറങ്ങാൻ നോക്കുമ്പോഴേക്കും അതാ അവിടെ പുറത്തെ 2 ഡോഗും അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇത്തിരി ടെൻഷനായി. അദ്ദേഹം പെട്ടെന്ന് തന്നെ കിച്ചണിലേക്ക് വന്ന് ഫ്രിഡ്ജ് തുറന്നു നോക്കി. അതില് ഹണിബി ബ്രാൻഡി ഉണ്ട്. അത് വെള്ളം കൂട്ടാണ്ട് എടുത്തൊന്ന് അടിച്ചു നോക്കുമ്പോഴേക്ക് കൊടംപുളി ഇട്ട് വറ്റിച്ച അയിലക്കറി മൺകലത്തിൽ അടവെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കൈയിട്ട് വാരി ഒരു അയില എടുത്ത് കഴിച്ചു. പിന്നെ ഒരയില ഈ പുറത്തുള്ള 2 ഡോഗിനും ഒരയില ഉള്ളിലുള്ള 2 ഡോഗിനും ഇട്ടുകൊടുത്ത്. അപ്പൊ അവരൊന്ന് റെഡിയായി. പിന്നീട് ഇദ്ദേഹം ഈ കറിപ്പാത്രം അപ്പാടെ ഈ കിച്ചണിന്റെ അരികിലുള്ള ബാത്റൂമിന്റെ അകത്തേക്ക് വെച്ചു കൊടുത്തു. ഡോഗ് 4 പേരും കൂടി അതിൻ്റെ അകത്തേക്ക് ചെന്നത് കഴിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഇദ്ദേഹം അതിന്റെ ഡോറ് ലോക്ക് ചെയ്തു. അങ്ങനെ ഇദ്ദേഹം സുഖമായിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടു. ഇത് പോലീസ് കേസാവുകയും ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. പിന്നീടും കുറച്ചു മാസങ്ങൾക്ക് ശേഷം കൊല്ലം CGM കോടതിയിൽ ഈ കേസ് വിചാരണക്ക് വരികയും ഈ ഗൃഹനാഥൻ തൻ്റെ വീട്ടിൽ നിന്നും കളവൊന്നും പോയിട്ടില്ല എന്നും ഇദ്ദേഹത്തിന് ഞാൻ ഗിഫ്റ്റായിട്ടാണ് സാധനം കൊടുത്തത് എന്നും കോടതിയിൽ മൊഴി നൽകിയ കേസ് ക്ലോസ് ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ മൊഴി നൽകി പോകുന്ന നേരം ഈ കള്ളനോട് ഗൃഹനാഥൻ ചോദിക്കുന്നുണ്ട്, നീ എന്താണ് എൻ്റെ ഡോഗിനന്ന് കൊടുത്തത് എന്ന്. അപ്പോൾ ഈ കള്ളൻ പറയുന്നു, ഞാൻ അയിലക്കറി അല്ലാതെ വേറൊന്നും കൊടുത്തിട്ടില്ല എന്ന് ആണയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ കള്ളൻ തിരിച്ചു ചോദിക്കുന്നു ആ ഡോഗിനെ കുറിച്ച്. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, മോഷണം കഴിഞ്ഞതിന് പിറ്റേ ദിവസം അദ്ദേഹം ഈ ഡോഗിനെ ശകാരിച്ചു. നീയൊക്കെ ഉണ്ടായിട്ട് എന്താടാ കാര്യം, നിന്നെയൊക്കെ വിശ്വസിച്ച് ഞാൻ എങ്ങനെയാണ് സുഖമായി കടന്നുറങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞ് ശകാരിച്ചു. ഈ ശകാരത്തിന്റെ ആത്മവേദനയിൽ 2 ഡോഗ് ഒരാഴ്ച കാലം ഭക്ഷണം കഴിക്കാതെ നിരാഹാരം കിടന്ന് മരിച്ചു കളഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സത്യത്തിൽ അത് വായിക്കുമ്പോൾ വല്ലാത്തൊരു വേദന ഉണ്ടായി. കാരണം എത്രമാത്രം സത്യസന്ധമാണ്. താൻ ഒരു തെറ്റ് ചെയ്തു പോയല്ലോ എന്ന ആത്മവേദനയിൽ നിരാഹാരം കിടന്ന് മരിച്ച ആ ഡോഗിനെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ വല്ലാത്തൊരു വേദന മനസ്സിലുണ്ടായി. സത്യത്തിൽ ഒരു കള്ളന്റെ ആത്മകഥ എന്ന് പറഞ്ഞ് തള്ളിക്കളയേണ്ട ഒരു ബുക്കല്ല ഇത്. ഒരുപാട് ജീവിതഗന്ധിയായ, ജീവിതത്തിന്റെ
നേർചിത്രം ഇതിൽ കാണാൻ പറ്റും. ഇങ്ങനെയും മനുഷ്യർ നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിട്ടുണ്ട്, ജീവിക്കുന്നുണ്ട് എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് സത്യത്തിൽ ഈ ആത്മകഥ.